വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നേക്കണ ഹയാത്ത് ക്ലാസ്സിലാട്ടോ. വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോ ഞങ്ങള് എന്താ ചെയ്ത് ഹയാത്ത് മാളിൽ പോയി. ഞങ്ങളുടെ തൊട്ടടുത്താണ്, അവിടെ വെള്ളം വരുന്നുണ്ടപ്പോ ഞങ്ങള് വള്ളത്തിനടുത്ത് പോയി. കുറെ നേരം വെള്ളത്തിന് അവിടെ നിന്ന് ചോദിച്ചാണെങ്കിൽ ഹാപ്പി ആയി. ചോദിച്ചപ്പോ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ അതിനുള്ളിൽ കയറി. കയറിപ്പോ പുറത്താണ് നല്ല രസമുണ്ട്. ഞകത്ത് കയറാം. ഞങ്ങൾ കിഡ്സ് കളിക്കുന്ന സ്ഥലത്താട്ടോ പോയത്. അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു. കിഡ്സുക്കും വരാം, മുതിർന്നവർക്കും വരാം, എല്ലാവർക്കും വരാം, ഫാമിലിക്ക് എല്ലാവർക്കും വരാം. ഫാമിലിക്ക് വരുന്ന സ്ഥലമാണ്. ഇതൊരു പേര് ആയതുകൊണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ വരാം. കുട്ടികൾക്ക് എന്തായാലും വരാം. അവിടെ ജോക്കേഴ്സ് ഉണ്ടാവും. ഇവിടെ കുറെ പ്ലേ ഗെയിംസ് ഉണ്ട്. ഞങ്ങളൊക്കെ അതിൽ കയറി. എനിക്ക് നല്ല ഇഷ്ടമായി പുറത്തുനിന്ന് കാണാന്. ഇനി നമുക്ക് അകത്ത് പോയി നോക്കിയാലോ, അകത്ത് എന്തുണ്ടാവാന്ന്. അവിടെ ബലൂൺസ് ഒക്കെ ഉണ്ടാകുന്ന കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അതിന് ക്യാഷ് വേണം. മാന്യമായി ഞങ്ങൾ അതിനുള്ളിൽ കയറി. നല്ല രസം ഇവിടൊക്കെ കാണാന്. ഞാൻ അതിനുള്ളിൽ കയറിയപ്പോ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഹാപ്പിയായി അവിടെ പോയിപ്പോ. ഞങ്ങൾ കുറച്ച് നടന്നപ്പോ ക്യാൻഡീസ് ഉണ്ട്. ചോദിച്ചൊക്കെ ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. വേറെ സ്ഥലത്തേക്ക് ഇനി നടന്നു വേണം. അവിടെ കുറെ ഉണ്ട് കേട്ടോ. മേലക്ക് പോവാൻ നമുക്ക്. പിന്നെ ഞാൻ അതിനുള്ളിൽ കയറിയിട്ട് ഒരു ഗെയിം കളിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു ആ ഗെയിം കളിക്കാന്. ചോദിച്ചൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത്തിരി ഹാപ്പി ആയിട്ടുള്ളൂ ഞങ്ങളിപ്പോ. ഇനി നല്ല ഹാപ്പി ആവാൻ ഞങ്ങളിപ്പോ പോണം. ഇപ്പൊ തന്നെ ഞങ്ങളിപ്പോ ചെറുതായിട്ട് ഹാപ്പി ആയിണ്ട്. അവിടെ ഹോഴ്സ് ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്. നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു സാധനം ഇങ്ങനെ കറങ്ങിട്ട് പോകണ്ട്. പിന്നെ എന്ത് ചെയ്ത്, പിന്നെ അവിടെ കുറെ കളിക്കാൻ സാധനങ്ങളില്ലേ, അതിലൊക്കെ ഞാൻ കയറി. പിന്നെ ഞങ്ങൾ അതിനുള്ളിൽ കയറി. നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഹാപ്പിയായി. ഞാനും ഇതിന് ചാടി വരണേ ബാക്കിന്. ഞാൻ ആ ബൈക്കിൽ കയറി. ബൈക്കില് റൈസിന് ഫസ്റ്റ് ആണ്. കാറിന് ബൈക്കില് റൈസിന് ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കാറും ബൈക്ക് ഓടിക്കുന്ന ഒരു പേടിയൊന്നുമില്ല. ശരിക്കും ഓടിക്കണതില്ല, ഗെയിം കളിക്കണത്. വേറെ റൈഡുകൾ ഉണ്ടാകുന്ന അവിടെ എല്ലാവരും ഒന്നുണ്ടാകുന്നത്. അത് മാത്രമല്ലാണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ടാ. ഇനി നമുക്ക് കുറെ റൈഡിൽ കയറണ്ടേ. വാ, നമുക്ക് കുറെ റൈഡിൽ കയറാം. നീ റൈഡിൽ കയറണമെങ്കിൽ ടിക്കറ്റ് വേണം നമുക്ക്. ഞാൻ തന്നെ ഇത് കണ്ടിട്ട് പേടിച്ചോടിച്ച് ഏതോ ഒരു പ്ലേ കളിക്കുന്ന സാധനത്തിൽ ഒളിച്ചിരിക്കാണ്. നല്ല സ്പീഡിൽ അവർ കറക്കണത്. കുറെ ആൾക്കാർ അവിടെ ഓളിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കളിച്ച് നല്ല രീതിക്ക് എൻജോയ് ചെയ്ത്. നോക്കുമ്പോൾ ഇതിലാരില്ല. എന്നിട്ട് വെറുതെ ഇരുന്ന് പ്രേത പോലെ കറങ്ങും. ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടാവും. പിന്നെ നോക്കുമ്പോ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് തന്നെ വന്നേ കറങ്ങണ സാധനത്തില്. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. നല്ല രസമുണ്ട് അവിടെ കാണാൻ. അടിപൊളി രസം. ഞാൻ പോലും അവിടെ പോയിട്ടില്ല. അതുപോലത്തെ ഒരു രസം ഖത്തറില്. പൊള്ളിക്ക് മോനെ. ഖത്തറിൽ വന്നവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. പിന്നെ ഞങ്ങള് റൈഡുകളൊക്കെ കണ്ടിട്ട് കുറെ നേരം റൈഡുകൾ കണ്ട് റൈഡിൽ കയറി കുറെ നേരം കളിച്ച്. പിന്നെ ഞാന് അവിടെ നോക്കുമ്പോ ഏതോ ഒരു കുട്ടിയുടെ മോതിരം കിടക്കണ്ടായി. ഞാനൊന്നും എടുത്തില്ല. മൈൻഡിയാണ് ഇങ്ങോട്ട് പോകുന്നത്. അത് മാത്രമല്ലാണ്ട് ഞാൻ ഇവിടെ നോക്കുമ്പോ കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഹാപ്പിയായി. നമുക്ക് മേലൊക്കെ വേണമെങ്കിൽ പോവാട്ടോ. മേലക്ക് വേണ്ടിട്ട് സ്റ്റെപ്പ് ഉണ്ട്. മേലക്ക് പോവാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മേലക്ക് പോയി. അതൊരിക്കൽ ഒരുപാട് കളിക്കുക. താഴെ അല്ലേ, കുറച്ച് കളിച്ചിട്ട് പോവാ. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം മറക്കരുത്. പിന്നെ സ്കിപ്പ് ചെയ്യണ കാണേ.
ആനനെ കണ്ടു. ആന ചോദിച്ചിന്റെ ഫേവറേറ്റ് ആണ്. അതൊന്നും ചോദിച്ച അവിടെ നിന്ന് ഇറങ്ങില്ല. അതൊരു ബോട്ടാണ്. അപ്പൊ ഞാൻ കറി കയറിയപ്പോ അവനും കറി കയറി. ഞാൻ കയറുന്ന സ്ഥാനത്തിലൊക്കെ അവിടെ അവന് കയറും. അതെന്താന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കടങ്ങി കമന്റ് ചെയ്യട്ടോ. അത് മാത്രമല്ല ചോദിച്ചാൽ അതീ കയറി, ഞാൻ അതീ കയറി. ഞങ്ങള് കയറുന്ന സമയത്തില്ലേ അത് ആടി. ഞാനാണെങ്കിൽ പേടിച്ച് ചൂച്ചക്ക് കയറാൻ പോലും പറ്റണില്ല. അപ്പൊ എനിക്ക് തോന്നി പിന്നെ നിങ്ങളൊന്നുമില്ല. ഞാൻ കുറെ ആടി നോക്കി, നിങ്ങളൊന്നുമില്ല. അത് ഞങ്ങൾ എന്താ ചെയ്ത് അവിടെ നിന്നിട്ട് കളിച്ച്. പിന്നെ ഞങ്ങള് കുറെ നേരം അവിടെ നിന്നിട്ട് കളിച്ച്. പിന്നെ ഞങ്ങള് വേറെ സ്ഥലത്ത് പോയി. ഇവിടെ നോക്കുമ്പോഴോ ഇങ്ങനെ വട്ടം കറങ്ങണേ നല്ല രീതി ഉണ്ടാന്നേ. എനിക്ക് നല്ല ഇഷ്ടമായി അവിടുന്ന്. ഇത് വണ്ടർലേക്ക് കാണുന്ന പോലെയാണ്. നല്ല രസത്തിന്റെ അവിടെ കാണാൻ വേണ്ടിട്ട് ഒരു സൂന്നൊക്കെ അവിടെ എഴുതിണ്ട്. ഞങ്ങള് വന്നിക്കണത് ജംഗിൾ സൂ അല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയി. ഞാനാണ് അതിൽ കയറി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? പിന്നെ മറ്റേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറിയിൽ ചോദിച്ചു കയറി. ഇതിന് ഏറ്റവും താഴെയിലാന്ന് എന്താ മോതിരം കിട്ടുന്നത്. ഞാനൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ മേലക്ക് പോവാ താഴേക്ക് പോവാ, മേലക്ക് പോവാ താഴേക്ക് പോവാ, മേലക്ക് പോവാ താഴേക്ക്. അങ്ങനെ കളിച്ചതാണ്. പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് കളിച്ച് വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചു. ഞാൻ ബോളർസിങ്ങനെ പിന്നെ നോക്കുമ്പോഴേ ഷാർക്കിന്റെ തലക്കും അടിച്ച് നല്ല രീതിക്ക് അടിച്ച്. ആരും അവനെ കടിക്കാൻ പറ്റില്ല. അവന്റെ പല പിന്നെ ഗെയിം നമ്മൾ ബോൾ എടുക്കണം. ബോൾ എടുത്തിട്ട് അവിടെ ഹോൾ ഉണ്ടാവും. ആ ഹോളിക്ക് നമ്മൾ എറിയണം. അതാണ് ഗെയിം. ഞാൻ കുറെ നേരം അവിടെ നോക്കിയിരുന്നേ. പിന്നെ ഫിഷിന്റെ ഗെയിം ഞാൻ കുറെ കൈ കെട്ടി ഇങ്ങനെ ഇരിക്കും. അത് മാത്രമല്ല നോക്കുമ്പോ ഒരു രാജാവിന് കിരീടം അതിനെടുക്കാനൊക്കെ നോക്കി, എന്നാലും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. ഞാനാണെങ്കിൽ ഓടിയിട്ട് ഒന്നും കൂടി ആ സ്ഥലത്ത് പോയി എന്റെ തലമ അടിച്ച് ഞങ്ങൾ മേലൊക്കെ പോയിട്ട് വന്നതാ. ഫിഷിന്റെ ഗെയിം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായില്ല. ഞാൻ എന്ത് ചെയ്തു, ഫിഷിന്റെ ഗെയിം കുറെ നേരം കളിച്ച് പിന്നെ അങ്ങോട്ട് പോന്നു. എന്നിട്ട് വേറെ ഗെയിം കളിച്ച്. ചോദിച്ചാണെങ്കിൽ ഫിഷിന്റെ ഗെയിം തന്നെ നിൽക്കണേ. ചോദിച്ചിക്ക് കടക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ചോദിച്ചു ഇറങ്ങി. ഇതൊക്കെ കൈ ചോദിച്ചിന് കുരുത്തക്കേട്. ഈ കുരുത്തക്കേട് നിങ്ങൾ കണ്ടിണ്ടാ? ആ ബോൾ സാധനത്തിൽ എന്ത് കേറിക്കണേ. ഇവനാണ് എന്തുട്ടാ വേണ്ടത്. പിന്നെ ഞങ്ങൾ വേറെ ഗെയിമിൽ പോയി നല്ല രസം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു ആൺകുട്ടി ഒന്നും കൂടി വന്നിട്ട് അവിടെ ഇരുന്നിട്ട് കളിച്ച്. അതൊരു ബോൾ എടുത്തിട്ട് നമ്മള് അവിടെ ഒരു ബ്ലാക്കറ്റ് ബോളോ ഫുട്ബോളാ അതുപോലത്തെ ഒരു ബോളാണ്, ഗെയിമാണ്. പിന്നെ മെസ്സി റൊണാൾഡോ അവരെ ഗെയിമാണിത്. ഇതവര് ബോൾ എറിയണ ഗെയിമാണ്. ഈ നമ്മൾ സാധനം എടുത്തിട്ട് ഇങ്ങനെ അവരെ വേണമെങ്കിൽ കറക്കം ചെയ്യുക. അങ്ങോട്ടാക്ക, മേലേക്കാക്ക, നേരക്കാക്ക, എങ്ങോട്ട് വേണമെങ്കിലും ആക്കാം. അവിടെ പലതരം ക്യാൻഡീസ് ആയില്ലത്. ചോദിച്ചാണെങ്കിൽ ക്യാൻഡീസ് ചില്ല് പൊട്ടിച്ചിട്ട് എടുക്കാൻ നോക്കണം. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നടന്നു പോകുമ്പോൾ ചോദിച്ചു വീണ്ടും കൂട്ടത്തിൽ കാണിക്കണേ. എനിക്ക് കുരുത്തക്കേട് കാണിക്കാൻ മാത്രമേ വരണുള്ളൂ. പിന്നെ ക്യാൻഡീസ് കണ്ടപ്പോ ക്യാൻഡീസ് എടുക്കാൻ പോയി. പിന്നെ ചോദിച്ചിങ്ങോട്ട് വന്നു കോഴിപ്പളില്ലേ ബോളാണ്. ഞാനും ഓടി എന്നിട്ട് ആ ബോൾ എടുത്തിട്ട് എറിഞ്ഞ്. ബോൾ കിട്ടുന്നുണ്ട് എനിക്ക്.
പിന്നെ ചൂച്ചു ഞാരും പിടിക്കാൻ പാടില്ല. ചൂച്ചി ഇപ്രാവശ്യം നോക്കട്ടോ. എന്താ വെച്ചാ ചൂച്ചുക്ക് ഒറ്റക്ക് കയറാൻ അവന്റെ ആഗ്രഹം. ഞാൻ പോലും അവന് തൊടാൻ പാടില്ല. ഒറ്റക്ക് കയറും, ഒറ്റക്ക് ഇറങ്ങും. അതാണ് അവന്റെ ആഗ്രഹം. പിന്നെ കുറെ പൂമ്പാറ്റൊക്കെ ഉണ്ട്. സാധാ പൂമ്പാറ്റില്ല. പിന്നെ ഡ്രോയിങ് വെച്ചിട്ട് അവിടെ ഇട്ടൊക്കെയാണ്. നോക്കിയ ഗൈസ്, നിങ്ങൾക്ക് എന്തുട്ടാന്നറിയോ? എനിക്കറിയില്ല എന്തുട്ടാന്ന്. ഇതും എനിക്കൊന്നും മനസ്സിലാവണില്ല എന്തുട്ടാന്ന്. പിന്നെ നമ്മൾ വന്ന വഴി തന്നെ ഇത്. പിന്നെ അതുമ്മ ഒക്കെ കളിച്ച്. നിങ്ങൾ ഈ ഭാഗം കണ്ടില്ലേ? അതെ, ഞാൻ ഈ ഭാഗം കണ്ടില്ലേ? നിങ്ങൾ ഈ ഭാഗം കണ്ടില്ലെങ്കിൽ അവിടെയാണ്. പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് പോന്ന്. കുറെ ഗെയിംസ് ഉണ്ട്. നിങ്ങൾ ഈ ഗെയിംസ് കളിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ, ഇങ്ങോട്ട് വന്നിട്ട്. പിന്നെ കുറെ ഗെയിംസ് കളിച്ച് ഞങ്ങള്. എനിക്ക് നല്ല ഹാപ്പിയായി ഗെയിംസ് കളിച്ചപ്പോ. കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു അവിടെ. മുതലൊക്കെ ഉണ്ടായിരുന്നു. മുതല് വായ തുറന്നത്. ഞാൻ എന്ത് ചെയ്ത്? ഓടിച്ചാടി കയറി ഒരു ടാക്സി. ഞാൻ കയറി അപ്പത്തന്നെ ചൂച്ചു കയറി. ചൂച്ചുക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി ടാക്സി. ചുച്ചൂടി കാറ് ഇഷ്ടമല്ലോ. ചൂച്ചുക്ക് കാർ ഇഷ്ടമല്ലോ. അതുകൊണ്ട് ചൂച്ചു കാറിൽ കളിക്കുള്ളൂ. അതുകൊണ്ട് ടാക്സിയിൽ കയറി. പിന്നെ എന്നെ തരികയാണ്. എന്തിനാ വെച്ചാ ഞാൻ അവന് കൂടെ വന്നിട്ട് ടാക്സി കയറണം. പിന്നെ അവന് ഞാൻ കളിക്കണേല് കളിച്ച്. ഞാൻ ഇത് മാത്രമേ ഉള്ളൂ നല്ല ഉഷാറില്ല കളിക്കണേ. എന്താന്നറിയില്ല. 1, 2, 3, 4 അതുപോലെ ഞാൻ ഇടാൻ ആഗ്രഹിച്ചത്. എന്നാലും അങ്ങനെ ആവില്ല. 1, 2, 3, 4 1, 2, 3, 4 അങ്ങനെ പറഞ്ഞ ആക്കണേ. നല്ല രസം ഉണ്ടാവുന്നേ. നിങ്ങള് 1, 2, 3, 4 കളിച്ചിട്ടുണ്ടെങ്കിൽ പറയണ. ചോദിച്ചൊക്കെ തീരെ വീട്ടിക്ക് വരാൻ തോന്നില്ല ഇവിടുന്ന്. എന്താ വെച്ചാ ഇവിടുന്ന് കുട്ടികൾക്ക് തീരെ വരാൻ പറ്റൂല. അത്രക്ക് കുട്ടികൾ കളിക്കണ പ്ലേ ഗെയിംസ് ഉണ്ട്, റൈഡുകളുണ്ട്. പിന്നെ ഞാൻ അവിടെ വണ്ടികൾ കണ്ടപ്പോ അതിലൊരു ഒന്ന് യൂണിക്കോൺ, ഒന്ന് ഹെലോ കിറ്റ്, മറ്റേതുണ്ടിട്ടൊന്നും എനിക്കറിയില്ല. പുതിയതായിട്ട് വന്നതാ. ഈ ഹെലികോപ്റ്ററിനുള്ളിൽ ആരാന്നറിയോ നിങ്ങക്ക്? നമ്മോട് ചോദിച്ചാട്ടോ. ചോദിച്ചു ഒരു സാധനം പോലും ഇല്ല. എല്ലാത്തിലും ഓടി നടന്ന് കയറാണ്. നമ്മുടെ ഹെൽപ്പ് ഒന്നും വേണ്ട അവർക്ക്. പിന്നെ അവന് ഹെലോ കിറ്റിയെ കയറി. എന്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് ഹെലോ കിറ്റി. അവനക്ക് 4 വയസ്സായ കുട്ടിയാന്ന് തോന്നുന്നു. അവന് കളിക്കണ കാണുമ്പോ. എനിക്ക് തോന്നൂല, എനിക്കൊരു 7-8 വയസ്സാ. നമുക്കിനി മേലെ കയറാം. ബാ, ഞാൻ മേലെ ഓൾറെഡി കയറാൻ പോവേണ്. ബാക്കി എപ്പോഴോ കയറി. ഞാൻ ഇത് ഭാഗമായി മേലെ കയറാന്. ചൂച്ചാണെങ്കിൽ ഓടിച്ചാടി മേലെ കയറണേ. ഞാനാണെങ്കിൽ മേലെ എത്തി. പടി കയറാൻ പറ്റണില്ല പൊന്നു മോനക്ക്. പിന്നെ ഞങ്ങൾ കുറെ നേരം മേലക്ക് നടന്നു. കുറെ നേരം എങ്ങനെ ഉണ്ടായെന്നറിയോ? അത് ഇവന് നടത്താൻ കഴിഞ്ഞ പതുക്കെ നടക്കുള്ളൂ. മേലെ അടിപൊളി സാധനമാണ്. അത് ഞങ്ങൾ ഓടി കളിക്കുന്നത്. സ്ലൈഡ് പോലെ എന്തൊക്കെ ഉണ്ടാന്ന്. പിന്നെ അത് മാത്രമല്ലാണ്ട് നോക്കുമ്പോഴോ കുറെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ട്രെയിൻ പോലത്തെ സാധനം. ട്രെയിനല്ല, കാറ്. നമ്മുടെ നാട്ടിലുള്ള പോലെ വഞ്ചിയൊക്കെ ഇവിടെ ആടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്.
പിന്നെ ബസ് ഉണ്ട് കേട്ടോ. ബസ് ഇങ്ങനെ കറങ്ങിയോടെ നിക്കാണ്. ഗൈസ്, ഈ കാർ നോക്ക്, നല്ല അടിപൊളിയ കാറില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി കാർ. എന്നാലും ഞാൻ കയറിയില്ല. എൻ്റെ അടുത്ത് ഹലോ കിറ്റില് കാർ ഉണ്ടാന്ന്. ഞാൻ അതേ പണ്ട് കയറി കളിച്ചിട്ടുണ്ടാന്ന്. അപ്പൊ ഞാന് അതേ തന്നെ കയറി. ചോദിച്ചാണെങ്കിൽ ഈ കാറിൽ കയറി കുറെ നേരം കളിച്ച്. ഇതാ ഞാൻ പറഞ്ഞ ഹലോ കിറ്റ്. എന്റെ അടുത്ത് നോക്കും ഹലോ കിറ്റ്. എനിക്ക് നല്ല ഇഷ്ടം. ഞാൻ കുറെ പാട്ട് പാടിയ ആ കാറിലിരുന്ന്. ചോദിച്ചാണെങ്കിലോ അപ്പുറത്തെ ബോട്ടിൽ ഇരുന്ന്. ഇവനക്ക് എല്ലാ വണ്ടിയിലും കയറണം. ഒരു വണ്ടിയിലും കയറാണ്ടിരിക്കാൻ പറ്റൂല. അവിടെ തന്നെ മൂട്ടി പിടിച്ച് കളിച്ചെന്തിനാന്നറിയോ ഹലോ കുട്ടി കെറ്റിരി കയറാൻ. എന്നിട്ട് എന്നെ ഇറക്കിയിട്ട് പിടിച്ച് വലിച്ചിട്ട് ഇറക്കിയിട്ട് അവനെന്നെ ഇറങ്ങി. അത് മാത്രമല്ല വീണ്ടും ചോക്ലേറ്റ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് പോണ സമയത്ത് ചൂച്ചു വന്നില്ല. ചൂച്ചു ഷാർക്കിനെ എടുത്ത് നിന്നിട്ട് ഷാർക്കിന് തലയിൽ ഇങ്ങനെ അടിക്കണേ. എനിക്ക് തീരെ എത്ര കളിച്ചാലും മതിയാവൂല. അതാണ് അവന്. അപ്പൊ കൊറേ ചൂച്ചിനെടുത്ത് കൊണ്ടുപോകാൻ നോക്കി. എന്നാലും ചൂച്ചു സമ്മതിച്ചില്ല. എന്താ വെച്ചാ ചൂച്ച അവിടുന്ന് വരണില്ല. ചൂച്ചു മതിയായിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണേ? അവനെ കാണാണ്ടായി പെട്ടെന്ന്. നോക്കുമ്പോഴോ കളിപ്പാട്ടേ കളിക്കണ സ്ഥലത്തോ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇരിക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിനി. നീ പുതിയ ബബായ്. അത് മാത്രല്ലാണ്ട് നിങ്ങൾ നോക്കൂ, ഞാൻ കാട്ടണ കുസൃതി. പിന്നെ ഗൈസ്, ഇനി പുതിയ വീഡിയോ വരണം. ബബായ്. ഇനി താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.